ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സഹനങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന അമൂല്യ നിധികളാണ്. ഓരോ സഹനങ്ങൾക്കുള്ളിലും മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ് ഓരോ ക്രൈസ്തവന്റെയും ധർമ്മം. സഹനങ്ങളിലൂടെ മാത്രമേ ഒരാൾ പൂർണ്ണനാവുകയുള്ളൂ. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് ശിമയോന്റെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് ആ സഹനങ്ങളെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ച പരിശുദ്ധ അമ്മ നമുക്ക് വലിയൊരു മാതൃകയാണ്. ഗെത്സമന തോട്ടത്തിൽ യേശു അനുഭവിച്ചത് എന്റെയും നിന്റെയും സഹനങ്ങളാണ്. ആ കുരിശിൽ അനുഭവിച്ച വേദനയും എന്റെയും നിന്റെയും വേദനകളാണ്. കുരിശിൽ വേദനിച്ചതും മുറിവേറ്റതും എനിക്കും നിനക്കും വേണ്ടിയാണ്. ആ തിരുമുറിവിനാൽ, ആ ക്ഷതങ്ങളാൽ നമ്മൾ എല്ലാത്തിനെയും അതിജീവിക്കും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇറക്കി വിട്ടത് ദൈവമാണെങ്കിൽ, ഈ ചാലഞ്ചിങ് സിറ്റുവേഷൻസ് തന്നത് ദൈവമാണെങ്കിൽ, നാം ഒന്നോർക്കുക, ഈ ചാലഞ്ചിങ് സിറ്റുവേഷനാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ബോൾഡ് ആക്കുന്നത്. തോറ്റു പിന്മാറരുത്. കാരണം നമ്മളെ ഇറക്കി വിട്ടവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ഏത് സഹനങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും.